നഗരവും ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. വലിയ തിരക്കുകളാണ് മാർക്കറ്റിലൊക്കെ അനുഭവപ്പെടുന്നത്. അത് ക്രിസ്മസ് ട്രീ വാങ്ങുന്നതിനായാലും പുൽക്കൂട് ഒരുക്കുന്നതിനുള്ള സാമഗ്രികൾ വാങ്ങുന്നതിനായാലും ഒക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹലോ ഭായ്, എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം ക്രിസ്മസ്? എനിക്കറിയില്ല. അവസാനമായിട്ട് ഒരുക്കുവാണോ? പുൽക്കൂടൊക്കെ ഒരുക്കിയിരുന്നോ? ഇല്ല. എന്തായാലും മാർക്കറ്റിലൊക്കെ നല്ല കച്ചവടമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യം? അടിപൊളിയാ. മാനേജർ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ്? നല്ല കച്ചവടമാണ്, നല്ല കുഴപ്പമില്ല. ഈ സീസൺ നല്ല സീസണാണ്. അവസാന മണിക്കൂറിലും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കണല്ലേ? എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. എല്ലാം നല്ല സെയിലായിരുന്നു, കുഴപ്പമില്ല. ഇപ്രാവശ്യം നല്ല ആൾക്കാർ ഇപ്പോഴും ഈ ഒരു അവസാന മണിക്കൂറിലും ഇങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാതിര കുർബാന തുടങ്ങാനായിട്ട് ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. മാർക്കറ്റിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാത്രി പാതിര കുർബാന, നാളെ അതിൻ്റെ ആഘോഷങ്ങൾ അങ്ങനെ തുറന്നു പൊക്കൊണ്ടേയിരിക്കും. അതൊരു മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ട് ഉത്സവമായിട്ടല്ല നമ്മൾ ക്രിസ്മസിനെ കാണുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷം നടത്തും. വീടുകളിലൊക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട്. ചേച്ചി, ക്രിസ്മസ് ആഘോഷമൊക്കെ എന്തായി? അവസാനത്തെ പർച്ചേസിംഗ് ആണോ? സ്റ്റാറൊക്കെ ഇട്ടിരുന്ന വീട്ടിൽ ഇപ്പോഴാണോ വാങ്ങിച്ചേ? എല്ലാം വാങ്ങിച്ചു? നീ കൊണ്ടു സമയമുണ്ടോ ഒരുക്കാനില്ല? അവസാന മണിക്കൂറിലാണ്. അതെ, ഈ നഗരവാസികളുടെ ഒരു പ്രശ്നം അതാണ്. എല്ലാ ജോലികളും ഒരു ഒതുക്കി ഇതിന്റെ ആഘോഷത്തിലേക്ക് കടക്കുക എന്നുള്ളത് അവസാന മണിക്കൂറിലായിരിക്കും. അങ്ങനെ അവസാന മണിക്കൂറിലെ തിരക്കാണ് നഗരത്തിലൊക്കെ അനുഭവപ്പെടുന്നത്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാന ആൾക്കാരൊക്കെ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. क्रिसमस के लिए ना? हाँ जी. कैसे है? बढ़िया. लोग आता है? हाँ. ठीक है. അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഒരു ഭാഗം ആൾക്കാർ കച്ചവടം നടത്തും, ഒരു ഭാഗം ആളുകൾ വാങ്ങാനായിട്ട് എത്തുന്നു. ഇങ്ങനെ നല്ല തിരക്കാണ് ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്നത്. നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രിസ്മസിൻ്റെ ആ അവസാന രാവ് പൂർണ്ണമായിട്ടും ആഘോഷത്തിലാണ് നഗരവും.